ഗായ്സ്, അപ്പോൾ ഇന്ന് കോളേജിൽ പോണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണട മുന്നിൽ നിന്നിട്ട് വെറുതെ ഇങ്ങനെ ഷോ കാണിച്ചതാണ്. പിന്നെ എൻ്റെ യൂണിഫോമാണ് കേട്ടോ. എനിക്ക് ഈ യൂണിഫോം നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ്. കോളേജിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചുരിദാറിനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഈ ഒരു യൂണിഫോം നല്ല ഇഷ്ടമാണ്. ചുരിദാറും ഉണ്ട്, ചുരിദാർ നമുക്ക് വെനസ്ഡേ ഇടാം. അപ്പോൾ നമുക്ക് നിർബന്ധമൊന്നുമില്ല ഈ യൂണിഫോം, പക്ഷേ എനിക്ക് ഈ യൂണിഫോം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചു. പിന്നെ ചിലവരൊക്കെ ചുരിദാർ തന്നെയാണ് കേട്ടോ ഇടുന്നത്, പക്ഷേ എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ കോളേജൊക്കെ പോയിട്ട് വന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ. ഇന്ന് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ മെയിനായിട്ട് കേട്ടോ. ബുക്ക് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റീഡേഴ്സ് ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഓരോ ആൾക്കാർ 12 വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കളർ പേപ്പറാണ് നമുക്ക് തന്നെ, ഞാൻ റെഡും ഒരു യെല്ലോ എടുത്തേക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളത് 3ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ ബുക്ക് പോലെ ആക്കിയിട്ട് അത് 3ആയിട്ട് വെട്ടണം. എന്ന് വെച്ചാൽ 6 കിട്ടും കേട്ടോ നമുക്ക് ഒരെണ്ണം. അപ്പോൾ 2 ആക്കുമ്പോൾ 12 കിട്ടും കേട്ടോ. അങ്ങനെ വേണം കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറക്റ്റായിട്ട് 20 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഞാൻ നോക്കുകയാണ്. അങ്ങനെ യൂട്യൂബൊക്കെ അല്ല കറക്റ്റായിട്ട് നോക്കി 6.67 പിന്നെ 13 അങ്ങനെ കറക്റ്റ് ഇതായിട്ട് വെട്ടി നമ്മൾ 3 പീസാക്കിയിട്ടോ. അങ്ങനെ വെട്ടിയിട്ട് അവിടെ ഒരു പോയിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തെറ്റു കിട്ടുമോ. അപ്പോൾ മഞ്ഞ എടുത്തത് എനിക്ക് നല്ലൊരു ഇത് തോന്നി. കാരണം മഞ്ഞ നമുക്ക് എഴുതാനും പറ്റും. മറ്റേത് കുറച്ച് ഡാർക്ക് കളർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എഴുതാൻ. അതിൽ നമ്മൾ എഴുതാൻ ഇതാകുമ്പോൾ മഞ്ഞ സുഖം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാം. നല്ല സുഖമായിട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. റെഡ് നമുക്ക് വേറെ കുറേ പരിപാടികൾ ചെയ്യാം കേട്ടോ. എനിക്ക് കുറേ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബുക്ക് മാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ബുക്ക് മാർക്ക് കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഒരു വീട് പോലത്തെ സംഭവം പെൻസിൽ ടൈപ്പ് ഉള്ളത് ഞാൻ എഴുതാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഈ ബോർഡേഴ്സൊക്കെ വരയ്ക്കാൻ കേട്ടോ. ബോർഡേഴ്സൊക്കെ വരയ്ക്കുന്നത് നല്ല ഭംഗിയാണ്. പിന്നെ മഞ്ഞ ആയതുകൊണ്ട് നല്ല സുഖമാണ് അവസാനം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ ആയതുകൊണ്ട് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡേഴ്സ് വരയ്ക്കുകയാണ്. ബ്ലാക്കും റെഡും ബോർഡേഴ്സ് സൈഡിൽ വരച്ച് നല്ല രസം തോന്നി കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ ChatGPT ഒക്കെ നോക്കി ഇങ്ങനെ കുറേ സജഷൻസ് എടുത്തു. പിന്നെ അങ്ങനെ ഗൂഗിൾ നോക്കി ഇങ്ങനെ കുറേ ഐഡിയാസൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ യൂട്യൂബിൽ കുറച്ച് നോക്കി അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്തു. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ ഇതൊന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടം തോന്നി, കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഇങ്ങനെ മൂന്നാമത്തെ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് ചെയ്തു. ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. മൂന്നാമത്തെ ആവണേയുള്ളൂ. അങ്ങനെ ഇതൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡിസൈനൊക്കെ ചെയ്തപ്പോൾ മൂന്നാമത്തെ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ അടിയിൽ മുകളിലൊക്കെ ഇങ്ങനെ ഓരോ ഡിസൈനൊക്കെ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടു, അതുപോലെ ചെയ്തതാണ്. അങ്ങനെ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടു. കുറേ ഉണ്ട്, 12 ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനൊരു 7-8 ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി നാളെ കോളേജിൽ പോയി ചെയ്യാമെന്ന് വെച്ചു. പിന്നെ കുറേ ഉണ്ടല്ലോ, രാത്രി ഇരുന്ന് ആണല്ലോ ചെയ്യണത്. അപ്പോൾ കുറേ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിരുന്നിടത്തും ബൈ.